ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡ്രീംസ് ടു വിൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, നിൻ്റെ ജീവിതം മാറ്റാൻ ഒരൊറ്റ തീരുമാനം മതി. അതെ, ഒരു നിമിഷം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണോ? അതോ സന്തോഷം നടിക്കുകയാണോ? വെറുതെ ദിവസങ്ങൾ തള്ളി നീക്കുകയാണോ? അതായത് രാവിലെ എഴുന്നേൽക്കും, ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും, മണിക്കൂറുകൾ കടന്നു പോകും, പിന്നെ രാത്രി ഉറങ്ങും, അടുത്ത ദിവസം വീണ്ടും അതേ ജീവിതം. ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എത്ര നാൾ? ഒരു കാര്യം പറയട്ടെ, നിന്റെ ജീവിതം മാറ്റാൻ വലിയൊരു അത്ഭുതമൊന്നും വേണ്ട. ഒരു ശരിയായ തീരുമാനം മതി. പക്ഷേ ആ തീരുമാനമെടുക്കാൻ നിനക്ക് ധൈര്യം വേണം. ഇപ്പോൾ ഈ നിമിഷം നീ കേൾക്കുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കൂ. കാരണം ഇത് നിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ആരും നിൻ്റെ ജീവിതം വന്ന് മാറ്റില്ല. ഒരു സുഹൃത്തും, ഒരു ബന്ധുവും, ഒരു അധ്യാപകനും, ഒരു അവസരവും. കാരണം നീ തയ്യാറാകാതെ ഒന്നും നിന്നെ രക്ഷിക്കില്ല. പലരും പറയാറുണ്ട്, എനിക്ക് സമയമില്ല. സത്യത്തിൽ സമയമില്ലാത്തതല്ല, ശ്രദ്ധയില്ലാത്തതാണ്. നീ ശ്രദ്ധിക്കുന്നിടത്താണ് നിന്റെ ജീവിതം വളരുന്നത്. നീ ദിവസവും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം കാണുകയാണെങ്കിൽ നിന്റെ മനസ്സും നെഗറ്റീവാകും. നീ ദിവസവും പഠിക്കുകയാണെങ്കിൽ നിന്റെ ഭാവിയും മാറും. ഇന്ന് നിനക്ക് ചെറിയ ഒരു ചുവട് വയ്ക്കാൻ കഴിഞ്ഞാൽ ഒരു വർഷത്തിനു ശേഷം ആളുകൾ പറയും, ഇത്ര മാറിയതെങ്ങനെയാണ്? അവർ കാണുന്നത് നിന്റെ റിസൾട്ടാണ്. പക്ഷേ അവർ കാണാത്തത് നിന്റെ പരിശ്രമമാണ്. ഓർക്കുക, ഒരു വിത്ത് മണ്ണിനടിയിൽ കിടക്കുമ്പോൾ ആരും അതിനെ ശ്രദ്ധിക്കില്ല. അതറിയുന്ന പോലുമില്ല ആരും. പക്ഷേ അത് വേരുകൾ വളർത്തുകയാണ്. ഒരു ദിവസം അത് വലിയൊരു മരമാകും. അപ്പോൾ എല്ലാവരും അതിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതവും. കാരണം ആരും ആരുടെയും പരിശ്രമങ്ങളൊന്നും കാണാറില്ല. ഹാർഡ് വർക്ക് എന്നത് വിത്ത് പോലെയാണ്. അത് നമ്മളാണ് ചെയ്യുന്നത്, നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. എന്നാൽ ആ ഒരു ഹാർഡ് വർക്കിന് ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കാനും അഭിനന്ദിക്കാനും തുടങ്ങും. അതുപോലെ തന്നെയാണ് നിൻ്റെ ലൈഫും. നീ ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആരും ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. എല്ലാവരും ഇപ്പോൾ നിന്നെ കുറ്റപ്പെടുത്തിയാലും നിന്നെ വില കുറച്ച് കണ്ടാലും നീ നിൻ്റെ പരിശ്രമത്തിൽ ഉറച്ചു നിൽക്കുക. കാരണം നിൻ്റെ സ്വപ്നങ്ങൾ നിനക്ക് മാത്രമുള്ളതാണ്. നിൻ്റെ സ്വപ്നങ്ങൾ ചിറകടിച്ചു വരുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നാൽ അതുവരെ നീ പിടിച്ചു നിൽക്കണം. അങ്ങനെ പിടിച്ചു നിന്നാൽ മാത്രമേ നിനക്ക് വിജയമുണ്ടാകുകയുള്ളൂ. ലോകമെതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നീ നിൻ്റെ സ്വപ്നത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയരുത്. എന്നാൽ നിൻ്റെ വിജയം ആളുകൾ കണ്ടു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ പറയും, ഇവൻ ഭാഗ്യവാനാണ്, ഭാഗ്യമുള്ളത് കൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടത്. എന്നാൽ നീ അത് വകവയ്ക്കരുത്. കാരണം നിനക്കറിയാം, അത് നിൻ്റെ ഭാഗ്യമല്ല. അത് നിൻ്റെ ഓരോ ദിവസത്തെ ചെറിയ ചെറിയ പരിശ്രമങ്ങളുടെ ഫലമാണ് നിന്റെ വിജയം. ഇന്ന് തന്നെ നീ ഒരു ഉറച്ച തീരുമാനം എടുക്കുക. കഴിഞ്ഞുപോയ ദിനങ്ങളെ ഓർത്ത് ഒരിക്കലും കരയില്ല. നാളത്തെ ദിവസത്തെ ഒരിക്കലും പേടിക്കില്ല. ഇന്നത്തെ ദിവസം ഞാൻ പൂർണ്ണമായി ജീവിക്കും. ഇത് നിന്റെ തുടക്കമാണ്. ഇതാണ് നിന്റെ സമയം. ആരും വിശ്വസിച്ചില്ലെങ്കിലും നീ നിന്നെ വിശ്വസിക്കും. കാരണം
ഒരു മനുഷ്യൻ്റെ ജീവിതം മാറുന്നത് ലോകം വിശ്വസിച്ചപ്പോഴല്ല, അവൻ സ്വയം വിശ്വസിച്ചപ്പോഴാണ്. നിനക്കറിയാവോ, നിന്നെ തടയുന്നത് ലോകമല്ല, നിന്റെ മനസ്സാണ്. കാരണം നീ പലപ്പോഴായിട്ടും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ തോൽക്കുന്നത് ജീവിതത്തോടല്ല, സ്വന്തം മനസ്സിനോടാണ്. നമ്മൾ തന്നെയാണ് നമ്മളോട് പറയുന്നത്, എനിക്ക് പറ്റില്ല, ഞാൻ അത്ര കഴിവുള്ള ആളല്ല, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല, എനിക്ക് കഷ്ടകാലമാണ്. ഇതുപോലുള്ള വാക്കുകൾ ഒരു സ്വപ്നത്തെ കൊല്ലാൻ ഇത് മതി. ഓർക്കുക, നീ നിൻ്റെ മനസ്സിനോട് ദിവസവും എന്താണ് പറയുന്നത്, അതാണ് പതിയെ നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അതല്ലേ കേൾക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫും നെഗറ്റീവായി മാറും. അതുകൊണ്ട് ഇന്നു മുതൽ നീ തീരുമാനിക്കുക, സ്വയം ചെറുതായി കാണുന്നത് അവസാനിപ്പിക്കൂ. കാരണം ഈ ലോകത്ത് നിൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് നീ തന്നെയാണ്. സ്വയം വെറുത്തുകൊണ്ട് ആരും വലിയ ജീവിതം ഉണ്ടാക്കിയിട്ടില്ല. ഒരു കണ്ണാടി നോക്കുമ്പോൾ കാണുന്നത് മുഖമല്ല, ഒരവസരമാണ്. ഇനിയും എഴുതപ്പെടാത്ത ഒരു കഥയാണ്. ആ കഥയുടെ എഴുത്തുകാരൻ നീ തന്നെയാണ്. ആളുകൾ നിന്നെ വിമർശിക്കും, നീ എന്ത് ചെയ്താലും ആർക്കും ഇഷ്ടമാകില്ല എന്ന് മാത്രമല്ല, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്, നിന്റെ ലക്ഷ്യത്തെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കൂ. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഒരിക്കലും പിന്മാറരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകാം, എന്നാൽ ആ സമയം നമ്മൾ കൂടുതൽ ശക്തരാകണം. ജീവിതം എളുപ്പമാകാൻ കാത്തിരിക്കരുത്. പ്രതിസന്ധി ഘട്ടം മറികടക്കാനായി നമ്മൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ ശക്തമാക്കണം. കാരണം ശക്തമായ മനസ്സാണ് മനുഷ്യനെ വിജയിപ്പിക്കുന്നത്. ശക്തമായ കാറ്റിനെ ചെറുക്കാൻ അതിലും ശക്തമായ വേരുകളുണ്ടാകണം. അതുപോലെ തന്നെയാണ് എത്ര വലിയ പ്രതിസന്ധികളായിക്കോട്ടെ, നമ്മുടെ മനസ്സ് നല്ല രീതിയിൽ ശക്തമാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും. അങ്ങനെ തളരാനുള്ളതല്ലല്ലോ നമ്മുടെ ജീവിതം. നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രതിസന്ധികളെയും തോൽപ്പിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടായിരിക്കണം. കാരണം നാളെ നിനക്ക് ജയിക്കാനുള്ളതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് നടക്കാനുള്ളതാണ്. അഭിമാനമാകേണ്ടതാണ്. അതുകൊണ്ട് ഒരിക്കലും തോറ്റു പിന്മാറരുത്, തളരുകയും അരുത്. നിന്റെ കഥ ഇപ്പോഴാണ് തുടങ്ങുന്നത്. ഓർക്കുക, ഇരുട്ട് എത്ര ആഴമുള്ളതായാലും ഒരു ചെറിയ വെളിച്ചം മതി ആ ഇരുട്ടിനെ മറികടക്കാൻ. നിന്റെ ജീവിതത്തിൽ വെളിച്ചമാകേണ്ടത് നീ തന്നെയാണ്. നിന്റെ സമയം ആരോ മോഷ്ടിക്കുകയാണ്. എന്താ, ശരിയല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് രാവിലെ എത്ര തവണ ഫോൺ നോക്കി? എത്ര നേരം അതിൽ സ്ക്രോൾ ചെയ്തു? ഓർക്കാൻ പോലും പറ്റുന്നില്ല. എന്താ, ശരിയല്ലേ? അത് തന്നെയാണ് പ്രശ്നം. ഫോൺ ഇന്നൊരു ഉപകരണമല്ല, അത് ആക്ച്വലി നമ്മുടെ ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു നോട്ടിഫിക്കേഷൻ്റെ ടിക് സൗണ്ട് വന്നാൽ മതി, അപ്പം തന്നെ നമ്മൾ ചാടി വീണ് ഫോൺ നോക്കും. എന്താ, ശരിയല്ലേ? സത്യം പറഞ്ഞാൽ അത് ഞാനുൾപ്പെടെ പലരുടെയും പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഒരു റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ നമ്മൾ വിചാരിക്കും സാരമില്ല, ഒരു റീല് കണ്ടിട്ട് ബാക്കി നോക്കാമെന്ന്. എന്നാലോ റീല് കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ എത്ര നേരം അതിൽ സ്പെൻഡ് ചെയ്യും? 1 മണിക്കൂറാണോ? ഒരിക്കലുമല്ല. ഒരു റീലിൽ നമ്മൾ ഒതുക്കുമോ? ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം പോകുന്ന പോലെ അറിയില്ല.
എന്നിട്ട് നമ്മൾ പറയും സമയം പോകുന്നത് അറിയുന്നില്ല, സമയം പെട്ടെന്ന് പോകുന്നു, എനിക്ക് സമയം കിട്ടുന്നില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ പരാതി. എന്നാലേ സമയം കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. നമുക്ക് ലഭിക്കുന്ന ഓരോ സമയവും വിലപ്പെട്ടതാണ്. 24 മണിക്കൂറാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അതേ 24 മണിക്കൂറാണ് വിജയിച്ച ആളുകൾക്കും ലഭിക്കുന്നത്. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ വ്യത്യാസം സമയത്തിലല്ല, വ്യത്യാസം നമ്മളെങ്ങനെ സമയം ഉപയോഗിക്കുന്നു എന്നതിലാണ്. സോ നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം ഒരിക്കലും പാഴാക്കി കളയരുത്. നമ്മളെപ്പോഴും എന്താണോ നമ്മുടെ ഡ്രീംസ് അതിനെ ഫോക്കസ് ചെയ്ത് അതിനെ ചേസ് ചെയ്യുക. ഓക്കേ.